വീണ്ടും ഒരു ചൊവ്വാഴ്ച രാവിലെ നേരത്തെ എണീച്ചിട്ട് ജോലികളൊക്കെ തീർത്തപ്പോൾ കാവിലേക്കൊന്ന് പോകാൻ കരുതി. ഇവിടെ ഇത്ര അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നതാണ്. മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ഭംഗിയാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത. പ്രകൃതീശ്വരി അതിൻ്റെ എല്ലാ പ്രഭാവത്തോടും കൂടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാഴ്ചകൾ, പലതരത്തിലുള്ള പൂക്കൾ, ഔഷധച്ചെടികൾ, മാവ് എല്ലാം ഉണ്ട്. നെൽപ്പാടങ്ങളുണ്ട് നിറയെ. നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ടതിൻ്റെ നടുവിലാണ് നമ്മുടെ കാവ് സ്ഥിതി ചെയ്യുന്നത്, ഒരു കുളത്തിന് സമീപം. മഴക്കാലത്ത് ഇവിടെ മുറ്റത്ത് ശ്രീകോവിലിൻ്റെ ഇവിടെയൊക്കെ നിറയെ വെള്ളമായിരിക്കും. പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നാണ് പറയുക. ജലദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വാത്സല്യദായിനിയായിട്ടുള്ള അമ്മ ആദിപരാശക്തി ജഗദംബിക ജലദുർഗയായിട്ട് വാഴുന്ന സ്ഥലം. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു തരം പൂവ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ആദ്യം അയ്യപ്പസ്വാമിയുടെ ഒരു ഉപദേവൻ ആയിട്ട് ഇവിടെ അയ്യപ്പസ്വാമി ഉണ്ട്. പിന്നെ സർപ്പങ്ങളുണ്ട്. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആൽത്തറയാണ്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രത ശിവരൂപായ അശ്വത്ഥായ നമോ നമ. അങ്ങനെ അറിയാലിനെ ഒന്ന് മനസ്സാ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ കുളക്കരയിലുള്ള ആ ദേവീ സന്നിധിയിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള പാടം, തെങ്ങിൻ തോപ്പുകൾ അതിരിട്ട നെൽപ്പാടങ്ങൾ. ഇവിടുത്തെ പ്രകൃതി ഭംഗി പറഞ്ഞറിയിക്കേണ്ടതിൻ്റെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും മനോഹരമാണ്. പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബോർഡുണ്ട്, കുളത്തിൽ സോപ്പും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്, കാരണം കുളത്തിൽ ദേവീ സാന്നിധ്യം ഉണ്ട്, അതുകൊണ്ടത് പരീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡാണ് ആദ്യം. പിന്നെ കുറേ ചെടികളുണ്ടോ ഒക്കെ നല്ല നട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് അന്നദാന മണ്ഡപം. എല്ലാ 30 വെള്ളിയാഴ്ചകളിലും പ്രഭാത ഭക്ഷണം ഇവിടെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളിലൊക്കെ അന്നദാനം ഇവിടെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നമ്മളിതാ ഇവിടെ കാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാവിലേക്ക് എത്തി. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. വല്ലാത്തൊരു ശാന്തതയാണ് ഇവിടെ. മനസ്സത്രയും ശാന്തമായി തീരുന്നൊരവസ്ഥ. അല്ല, നമ്മൾ കാവിലെത്തി. ശരി, ഞാനകത്ത് കയറിയിട്ട് തൊഴാൻ പോവാണ് കേട്ടോ. എല്ലാവർക്കും ശുഭദിനാശംസകൾ.